go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip, and I don't plan to visit. I'm gonna stay there till I feel like I'm winning all. And this is just the beginning. Change, help me feel like I'm never moving on till I get it all. And we all got dreams, we all want things. ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഇന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ജനറേഷൻ 1ഉം ഒല S1 Pro ജനറേഷൻ 2 ആണ് എൻ്റെ റൈറ്റും ലെഫ്റ്റും ഇരിക്കുന്നത്. സോ നമുക്കൊരു ഡീറ്റെയിൽ കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വണ്ടി കാണുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്ത പല ഫീഡ്ബാക്ക് അവർ പരിഹരിച്ചിറക്കിയ പുതിയ വെർഷനാണ് ഒല S1 Pro ജനറേഷൻ 2. മെയിൻ ഫസ്റ്റ് മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ വേർഷനിൽ നിന്ന് വന്നുള്ള ആ ഒരു സിംഗിൾ ഷോക്ക് എടുത്ത് അവർ കളഞ്ഞിട്ട് ടെലിസ്കോപ്പിക് ആക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്, കണ്ടില്ലേ? അത് തന്നെയാണ് അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. നമ്മൾ പേടിച്ച പോലെ ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു കട്ടറൊക്കെ ചാടിയാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമോ എന്നുള്ള ആ ഒരു പേടിയാണ് ആ ഒരു ജനറേഷൻ 2 മാറിയേക്കുന്നത്. അത് തന്നെ വണ്ണെടുത്താൽ പലർക്കും ഒരു അസൂയ തോന്നാറുണ്ട്. നമുക്കാണെങ്കിൽ അത് മാറ്റാനും സാധിക്കത്തില്ല. ബിക്കോസ് ഇതിന്റെ ഷാസി ആ ജനറേഷൻ 2 കൊടുത്തേക്കുന്നത്, അതിൽ ഷാസിയിൽ ഫുള്ളായിട്ട് ബോഡി ഷാസി തന്നെ മാറ്റിയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വണ്ടിക്ക് 5 കിലോന്റെ വെയിറ്റ് കുറവാണ്. ആ ഒരു വെയിറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ എന്ന് നമുക്കിനി ഒരു 2-3 മാസം യൂസ് ചെയ്താലേ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന പോരായ്മകൾ എന്തൊക്കെയാണോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതൊരു നമുക്ക് യൂസർ റിവ്യൂ ആയിട്ട് ഫ്യൂച്ചറിൽ ചെയ്യാം. അടുത്ത വന്നേക്കുന്ന വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻറ്റർ ടണലാണ്. ഈ ഒരു സാന ഷേപ്പിലുള്ള ബാറ്ററി പാക്ക് വെക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ഹമ്പ് അവർ കൊടുത്തേക്കുന്നത്. ആ ഒരു ഹമ്പ് അവരെടുത്ത് കളഞ്ഞ് ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഫുഡായിട്ടുള്ള ഒരു, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് വെച്ചിട്ട് പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഫേസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ നമ്മൾ 2 കാലിലൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിലെ പോർഷൻ അത് മിക്കവർക്കും അത് യൂസ് ആവാറുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രാബ് റെയിലാണ്. ഗ്രാബ് റെയിൽ കണ്ടില്ലേ, ഇതിപ്പോൾ തന്നെ ഒരു ഇളക്കമുണ്ട് ഈ ഒരു ഗ്രാബ് റെയിൽ. പക്ഷെ പലയിടത്തും ഇതുകൊണ്ട് പൊക്കാൻ പാടില്ല, ഈ വണ്ടി ഒടിഞ്ഞു പോകും. ചിലവ് പറയുന്നുണ്ട് 200 കിലോ വരെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാറില്ല. ഇത് പൊക്കി മാറ്റാനൊന്നും റിസ്ക് എടുക്കാറില്ല. ഇൻ കേസ് എങ്ങാനും ഒടിഞ്ഞു പോയാൽ ആ ആക്സസറീസിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സോ അതിന് നമ്മൾ നിൽക്കാറില്ല. അതും അവർ പരിഹരിച്ച് നല്ലൊരു ഗ്രാബ് റെയിൽ കൊടുത്തവർ, അത്യാവശ്യം നല്ല സ്ട്രോങ് ഗ്രാബ് റെയിലാണ് അവർ കൊടുത്തത് ഈ ഒരു ജനറേഷൻ 2 എന്നുള്ള ഒല S1 Proയിൽ. കൂടാതെ എയറിലും അവർ ഈ ഒരു സെയിം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ഷോക്കിലാണ്, ബാക്ക് ഷോക്കിൽ ഇതിലൊരു ഹൊറിസോണ്ടൽ ടൈപ്പിലുള്ള ഒരു ഷോക്കാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ജനറേഷൻ 1ൽ കൊടുത്തത് ഒരു ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 2ൽ അത് വെർട്ടിക്കലാക്കി. മോണോഷോക്കാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അത് റൈറ്റ് സൈഡിലാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. അതും ആ സ്വിംഗ് ആമിലാണ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്വിംഗ് ആം നമുക്ക് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്വിംഗ് ആമാണ്. അതൊരു മോണോ ഫ്രെയിമിലായതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കത്തില്ല. ഇത് ഇവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു ബെൽറ്റും ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ ബെൽറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. അതിനൊരു മഡ് ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പോലും സാധിക്കില്ല, ഫുള്ളായിട്ട് കവറിങ് ഉള്ള ഒരു മഡ് ഫ്ലാപ്പാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഉള്ളിൽ കൂടി കൈയിട്ടാൽ മാത്രമേ ആ ബെൽറ്റിൻ്റെ അതിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ആ ബെൽറ്റിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വന്നേക്കുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസിലാണ്, അതായത് ഡിക്കി സ്പേസിൽ. ഈ ഒരു ഡിക്കി കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ജനറേഷൻ 1ൽ. പക്ഷേ ജനറേഷൻ 2ലേക്ക് വന്നപ്പോഴത്തേക്കും അത് 34 ആയിട്ട് കുറഞ്ഞ് 2 ലിറ്ററിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ വന്നേക്കുന്ന ഫെസിലിറ്റീസ് അതുമായിട്ട് കമ്പയർ ചെയ്താൽ കൂടുതലാണ്. കാരണം ഇതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിക്കി സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു എക്സ്ട്രാ ആക്സസറീസ് കൊടുത്താൽ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ചാൽ ഇത് 2 പോർഷനാക്കി മാറ്റാം. അതുകൂടാതെ ചാർജറിൻ്റെ കേബിള് നമുക്ക് ചാർജറിൻ്റെ അഡാപ്റ്റർ ഇവിടെ വെച്ച് കേബിൾ ഈ വഴി നമുക്ക് പുറത്തേക്ക്
വെക്കാൻ പറ്റും. ഇതിന് മുന്നേ ഉണ്ടായിരുന്നു ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വണ്ടിയിൽ നമുക്ക് പുറത്ത് തന്നെ ഈ ഒരു അഡാപ്റ്റർ വെക്കേണ്ടി വരും. നമുക്ക് അത് ചാർജ് ചെയ്യൽ പോസിബിൾ അല്ല. മിക്ക സമയത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചാർജ് ചെയ്യാറുള്ളത്. പിന്നെ മെയിൻലി വന്നേക്കുന്ന ഒരു മാറ്റം അതിൻ്റെ ടെയിൽ ലാമ്പിലാണ്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് ജനറേഷൻ 2-ൻ്റെ ടെയിൽ ലാമ്പ് വെറുതെ സ്ലീക്ക് ആക്കി മാറ്റിയേക്കണാണ് അവർ. ജസ്റ്റ് ഒരു സ്ലീക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 അതായത് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അവിടെ ഒരു ഹംബി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹമ്പ് പോലെ കൊടുത്തിട്ടാണ് അതിൻ്റെ ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. അത് ഫിസിക്കലായിട്ട് നമുക്ക് എക്സ്റ്റേൺ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെയാണ് അത്. അല്ലെങ്കിൽ മിററിലോ ഹാൻഡിൽ ബാറിലോ എല്ലാം വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഡിസൈൻ വൈസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ദൂരെ നോക്കിയാൽ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് ഈ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ആഡ് ഓൺ ഫീച്ചേഴ്സിൻ്റെയൊക്കെയാണ്. പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ സ്പീക്കറിൻ്റെ പോർഷനാണ് ജനറേഷൻ 1 കൊടുത്തേക്കുന്നതാണെങ്കിൽ. അതും ഇതായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കറായിട്ടാണ് കൊടുത്തേക്കുന്നത്. കൂടാതെ ആ ഒരു പോക്കറ്റ് സൈസ് ആണെങ്കിലും കുറച്ച് കുറവാണ്, നമുക്കൊരു ഫോൺ വെക്കാൻ സാധിക്കത്തില്ല. പിന്നെ അതുമല്ല USB ചാർജർ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 2 വന്നപ്പോഴത്തേക്കും സ്പീക്കറിൻ്റെ സൈസ് ഇത്തിരി വലുതാക്കിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു പോക്കറ്റ് സൈസും അവർ വലുതാക്കി. USB പോർട്ട് അവർ ഹിഡൻ ആക്കി കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സൈഡിലല്ല, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു USB-യുടെ പോർഷൻ കൊടുത്തേക്കുന്നത്. ങ്ങളെല്ലാം സെയിം തന്നെയാണ്. അലോയ് അതെല്ലാം സെയിം തന്നെയാണ്. വ്യത്യാസം മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. സ്പെസിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ടോപ്പ് റേഞ്ച് ജനറേഷൻ 1 കൊടുത്തേച്ചത് 180 ആണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 2 വന്നപ്പോഴത്തേക്കും അത് 190 മാറി. കൂടാതെ ടോപ്പ് സ്പീഡ് ഇതിൽ ജനറേഷൻ 1 116 ആയിരുന്നെങ്കിൽ ജനറേഷൻ 2 വന്നപ്പോഴത്തേക്കും അത് 120 മാറി. ആക്സിലറേഷൻ 0 to 40 വരുന്നത് ഇതിൽ ജനറേഷൻ 1 അത് 2.9 സെക്കൻഡ്സിലാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 2 വന്നപ്പോഴത്തേക്കും 2.6 മാറി. പിന്നെ വന്നിരിക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം തന്നെയാണ്. 4 kW ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ റേഞ്ചസിൽ വന്നേക്കുന്ന വ്യത്യാസങ്ങൾ. അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റ് 5 കിലോയിലേക്ക് കുറച്ചിട്ടുണ്ട് ജനറേഷൻ 2. അത് ഈ ഷാസിയിലും വന്നേക്കുന്ന ഇൻറ്റേർണലിലും വന്നേക്കുന്ന ഓരോരോ ഫീച്ചേഴ്സും കാര്യങ്ങളും ആയിരിക്കാം, മാറ്റങ്ങളിലേക്കൊക്കെ ആയിരിക്കാം ആ ഒരു വെയിറ്റ് 5 കിലോഗ്രാം കുറച്ചത്. പിന്നെ 1 വന്നു വെച്ചത് 12 കളേഴ്സ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും കൂടാതെ ഐക്കോണിക് ആയിട്ടുള്ള ഗ്രീൻ, അതുകൂടാതെ യെല്ലോ, അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഈ ജനറേഷൻ 2 വന്നിട്ടില്ല. 5 കളർ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 4 കളർ ഓപ്ഷൻസ് മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്, ഒരെണ്ണം അതായത് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ജനറേഷൻ 2 11 kW ആണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 വന്നേച്ചത് 8.5 kW ആയിരുന്നു. ചാർജിങ് ടൈം എല്ലാം രണ്ടും സെയിം തന്നെയാണ്. 6.5 hours ആണ് ഫുൾ ചാർജ് വരാൻ. ഫുൾ ചാർജ് ഇന്റേണലി വന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ, എക്സ്റ്റേണൽ വന്നേക്കുന്ന മാറ്റങ്ങളുമാണ് നിങ്ങൾ ഇച്ചിരി മുന്നേ ഞാൻ കാണിച്ചു തന്നത് ഡീറ്റെയിൽ ആയിട്ട്. സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന്. എക്സ്പോ ഡെലിവറിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിലേ വന്നേക്കുന്ന അറൗണ്ട് ഒരു 45 days ഒക്കെയാണ് അവർ പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1.7 lakh ആണ്. സോ അതിൻ്റെ EMI ഓപ്ഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഷോറൂം എക്സിക്യൂട്ടീവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജനറേഷൻ 2 ഒരു ടെസ്റ്റ് റൈഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് അവരായിട്ട് ഡീൽ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം ഈ ഒരു ഷോറൂമിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാം. അതല്ല ഓൺലൈൻ ത്രൂ അറിയാത്തവർക്ക് ഡയറക്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ വന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ ബാങ്കിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് EMI ഓപ്ഷനുള്ള ബാങ്ക് ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഷോറൂമിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനുസരിച്ചുള്ള. സോ ഇത്രയൊക്കെയാണ് മെയിൻലി വന്നേക്കുന്ന 2 വന്നേക്കുന്ന കുറേ വ്യത്യാസങ്ങൾ. അത് എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും. ഇന്നത്തെ ഈ ഒരു വീഡിയോ EV ആണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത്. ഇലക്ട്രിക് വണ്ടികളായിരിക്കും കൂടുതലും. ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ചാർജിങ് പോയിന്റ്സ് അവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടാതെ പ്രൈവറ്റ് കമ്പനികളും ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് വരുത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ KCBയിലും ഉണ്ട് ചാർജിങ് പോർട്ട്. സോ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഇനി ഉണ്ടാവും. നമുക്ക് ഇനി ഒരു അപ്ഗ്രേഡേഷൻ EVയിലേക്ക് മാറാം. ബിക്കോസ് ഒരു ലോക്കൽ യൂസിനും അത്യാവശ്യം ലോങ്ങിനും നമുക്കിപ്പോൾ EVs യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും റേഞ്ച് അവരിപ്പോൾ പല വണ്ടികളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒലയിലാണെങ്കിൽ തന്നെ 190 അതൊരു നല്ല ഒരു റേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 190 ട്രൂ റേഞ്ച് അവർ പറയുന്നുണ്ട് എക്കോ മോഡിൽ.
കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രിപ്ഷൻ ആണ് ഞങ്ങൾക്ക് വേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്നത് ദീപു ദിലീപാണ്. വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.